ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, ചെറിയൊരു തിരക്കിലായി പോയി, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ നിങ്ങളെ അറിയിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിമുട്ടക്കറിയും പത്തിരിയാണ് കേട്ടോ രാവിലെ. അപ്പോൾ അതാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ കോഴിമുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിയതിൻ്റെ ശേഷം 2 സവാള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും അതിലേക്ക് ഇട്ടൊന്ന് വാട്ടി കൊടുക്കുകയാണ്. നല്ലോണം ഒന്നൊരു കൊഴിഞ്ഞ് വരുന്ന വരെ ഒന്ന് വാടി കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിപ്പൊടി വാട്ടി വെച്ചിട്ടുണ്ട്, അത് അതിൻ്റെ ഇടയിൽ കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ശരിക്കും ടൈം ഉണ്ടാകില്ല. അപ്പോൾ ഇന്ന് മക്കൾക്ക് ഒരു കുട്ടിക്ക് സ്കൂളില്ല, വലിയ മോൾക്ക് സ്കൂളുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനൊന്ന് വേഗം എടുത്തതാണ് കേട്ടോ, കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് ഇട്ടെടുത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പിന്നെ മസാല ഒക്കെ ഇടണം. അപ്പോൾ ഞാനിത് ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തത്, അത് കുറച്ച് പഴുപ്പുള്ള പച്ചമുളകായിരുന്നു. അപ്പോൾ ഞാനത് മതി വിചാരിച്ച് അപ്പോൾ അത് ഇട്ട് കൊടുത്തേന് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതിടണം. അത് നമുക്ക് ഒരു 2 സ്പൂൺ ഇടണം കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇല പിന്നെ ഞാൻ 2-3 തണ്ടൊക്കെ ഉണ്ട് ഇടും കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിലില്ല, അപ്പോൾ അത് ഇപ്പം നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറേ ദിവസം വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി 2 സ്പൂണാണ്. അപ്പോൾ അത് ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ ഈ കോഴിമുട്ടക്കറി എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ കോഴിമുട്ട ഒരു 4 ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ച്. പത്തിരിക്ക് ഇങ്ങനത്തെ കറിയല്ലേ ടേസ്റ്റ് ഉണ്ടാകുക, ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണല്ലോ ഈ കറി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പച്ചമുളക്, പിന്നെ നമുക്കിതാ വെല്ലുള്ളി, ഇതൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതൊരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് പിന്നെ മുളകും പൊടിയും ചേർക്കാം. അപ്പോൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഷെയർ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കേട്ടോ, കുറച്ചാണ്. അതും ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാലപ്പൊടി ഇടാം കേട്ടോ. ഗരം മസാലയൊക്കെ ഇടും, പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് ഒരു കുത്തലായിരിക്കും ചിലപ്പം ഇക്കൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ കറിക്കൊന്നും അത് ഇടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണ് മുളകും പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക വാടിയതിന് ശേഷം നമുക്ക് പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാനിതാ 2 എണ്ണമാണ് എടുത്തത് കേട്ടോ. നല്ല പഴുത്ത തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ഇട്ടെടുത്ത് നല്ല വാടിയതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അതിലേക്ക് ഒഴിച്ച്, കോഴിമുട്ട ഞാൻ 4 എണ്ണമാണ് പുഴുങ്ങി വെച്ച് വരിഞ്ഞ് വെച്ചതായിരുന്നു, അത് അതിലിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, വേറെ പ്രത്യേകിച്ച് അതിലൊന്നും കൂട്ടിയിട്ടില്ല. പിന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചതാണ്, അതിൽ ഞാൻ ചെറിയ ഉള്ളി മാത്രം കൂട്ടി അരച്ചതാണ്, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. അപ്പം അതാണ് കോഴിമുട്ടക്കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പത്തിരിക്കുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. അപ്പം ഞാനിത് ഉരുളാക്കി വെച്ചതിന് ശേഷം പ്രസ്സുമ്മേലിട്ട് പരത്തി ചുടാൻ വേണ്ടി കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതാകുമ്പോൾക്ക് അടുത്ത പരത്തി ഇങ്ങനെ വെക്കുന്ന പെട്ടെന്ന് ആയിക്കോളൂ വിചാരിച്ച്, മോൾക്ക് സ്കൂൾക്ക് പോകാൻ നേരം വെക്കും. അപ്പോൾ ഈ പത്തിരിയൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല, അപ്പം ഇങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ. ആദ്യമൊക്കെ ഞാൻ പരത്തിയിട്ടാണ് ഉണ്ടാക്കൽ, ഇപ്പോൾ പരത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ ഞാൻ പ്രസ്സുമ്മ പരത്തിയാൽ വേഗം കൈ വിചാരിച്ചിട്ട് പ്രസ്സുമ്മലാണ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം പൊടിയിട്ടിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കൊടുത്തിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ആയത് ഞാൻ മോൾക്ക് 4 എണ്ണം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തിന് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്.
അപ്പോൾ ഇതാ പത്തിരി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പത്തിരിയാണ് കേട്ടോ. കുഴലിൽ പരത്തിയാൽ നല്ല വലുപ്പത്തിൽ കിട്ടും. ഞാൻ പക്ഷേ പെട്ടെന്നാവാൻ വേണ്ടി പ്രസ്സുമ്മലാണ് പരത്തിയത്. അപ്പോൾ 4 എണ്ണമൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതിൽ അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിക്കട്ടെ. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പത്തിരി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിതാ നോമ്പിന് ഞാൻ അരി മല്ലി മുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ടൊന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അതിങ്ങനെ ഭയങ്കര പത്തിരി തിന്നാൻ ഭയങ്കര പൂതി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയാത്തവരാണെങ്കിൽ ഉണ്ടാക്കി വെക്കണം. പത്തിരിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാവില്ലേ, എന്നാലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. കോഴിമുട്ടക്കറിയും കൂട്ടി ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ ഇതാ പത്തിരി വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വീഡിയോസ് ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറൊക്കെ കാണുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ പത്തിരി ഇങ്ങനെ ഓരോന്നിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് കഴിച്ച് പോയിട്ടോ സ്കൂളിലേക്ക്. ഇപ്പോൾ ഇക്ക വളരെ വിശക്കുണ്ട് പറഞ്ഞപ്പോൾ ഇക്കാക്കും പിന്നെ കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കൊടുക്കാൻ വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഞാനും ജിലുമോളും കുട്ടികളൊക്കെ പിന്നെ കുറച്ചുകൂടി കഴിക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇക്കാൻ്റെ പെങ്ങളെ മോളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ കൂടെ പൊന്ന് നല്ലോണം കളിക്കണം. അല്ലെങ്കിൽ പത്തിരിയൊന്നും ഇന്നെ പരത്താൻ സമ്മതിക്കില്ല കേട്ടോ. ഓളുണ്ടാവും കൂടെ എല്ലാത്തിനും കേട്ടോ. അപ്പം മോള് വന്നപ്പോൾ ഓളെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പി നമ്മളുടെ മുട്ടക്കറിയും പത്തിരിയാണ്. അപ്പോൾ ഇതാ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.